അപ്പോ ഈ പൊക്കല്ലേ ഒന്നന്ത്യ അമ്മ വാങ്ങിയാ മതി. അപ്പോ അനക്കെതിരെ കേസ് കൊടുത്ത മാഷ് ലീവ് കഴിഞ്ഞ് വന്നിട്ടുണ്ടോ? മയ്യത്തി അന്നെടുക്കും. ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ലല്ലോ. എനിക്ക് നേരെ തിരിഞ്ഞ കൈവെട്ടാം. ഞാൻ ഒറ്റക്ക് മതി. നാട്ടുകാർ പറഞ്ഞൊന്ന് വെറുതെ വിടൂല, അടിച്ചല്ല. ഓൻ പോകാണി പോട്ടെ. എത്താപ്പ നമ്മള് കട്ടണ് ഓലക്ക. കുറെ ദിവസം എനിക്കെതിരെ കേസ് കൊടുക്കൂലേ? എനിക്കെതിരെ പൊങ്ങിയ കൈയുണ്ടല്ലോ, വെട്ടിയിരിക്കുവോ? ഞാനൊന്നും ചെയ്തില്ല. എന്താ മാഷെ പ്രശ്നം? അവരെതിരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഇതിനിടയിൽ മുതിർന്ന 2 കുട്ടികൾക്ക് അവൻ വീട് കൊടുക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് ഞാനൊന്ന് പരാതി കൊടുത്തു. അതിന് വെറും ബീഡി അല്ലടാ, സ്പെഷ്യൽ ബീഡി. അബുക്ക നിങ്ങൾ കുറച്ച് ഓവറാന്ന് കേട്ടോ. അടുത്ത എന്റെ കാളകൂട്ട് അന്റെ ഈ നെഞ്ചത്താ നാട്ടുകാരെ നന്നാക്കാൻ നടക്കണേ. ഈ നെഞ്ചത്തെ അപ്പോ സാധാരണ തൊട്ടാണ്ടല്ലോ തോട്ടകൾ ഒലത്തും. സ്വന്തം തള്ളനെ സംശയമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇറങ്ങടാ. സാധാരണ അനക്ക് മനസ്സിലായോ? നമ്മക്കൊന്നും തന്തല്ല പറഞ്ഞ അടിച്ചടാവനെ. വേണ്ട വേണ്ട, ഈ സ്കൂളിൽ കൊല്ലവാണ്ടി പന്നീനെ ഓട്ടാന്ന് വെക്കുമ്പോ ഇപ്പൊ ചത്തിട്ടില്ല, താമസിയാതെ അതുണ്ടോ? വേഗം കൊണ്ടുപോയിക്കണം ഇവിടുന്ന്. ഒരു ചുക്കും പറ്റിയിട്ടില്ല. കണ്ടാ മൃഗത്തിന്റെ ജന്മം കൊണ്ട് പോടി. ആ ബുദ്ധി കുറെ കണ്ടതാ. ഞാൻ ഷർട്ട് കേട്ടെ. നടിക്കങ്ങട്ട് മൂക്കിറ്റം കുടിച്ച് മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നടക്കാണ്. ഇന്നവിടുന്ന് കൊടുത്തിട്ടില്ലെങ്കിണ്ടല്ലോ നാട്ടില് തച്ച് കൊന്നിട്ടുണ്ടാവും. ഇന്നൊരു ചുക്കും ചെയ്യൂല. എന്തിനാ അപ്പൊ നിങ്ങള് കുടിക്കണ്? നിങ്ങളെ കുട്ടിനെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. പ്രസംഗം ഇതിന്റെ ഭ്രാന്ത് ഉറപ്പിക്കരുത്. നിങ്ങൾക്ക് ഭ്രാന്തില്ലേ? ഇവിടെ വെക്കാൻ ഒരു മണി അരിയില്ല. 3 മാസമായി വാടക കൊടുത്തിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊരു മനുഷ്യനാ അല്ലടി, ഞാൻ മൃഗം. പോയി കേസ് കൊടുക്കടി. നിങ്ങളുണ്ടായിട്ട് കടച്ചു വെച്ച് ഈ അയൽപ്പത്ത് കൂടെ തെണ്ടണം. എന്തിനാ ഈ തെണ്ടത്? ഈ നാട്ടിൽ കുറെ കായലുള്ളവരുണ്ട്. ഓരോടൊന്ന് കയ്യും കാലും കാട്ടിയ ഈ ഇമ്മടുത്ത് ഒരു പൈസ. നാടില്ല മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയാൻ. ഇല്ല, ആ ഒരു ഇത്തിരി നാളെ കുറവാണ്. ഇതിലേറെ നല്ലത് എനിക്കും എന്റെ കുട്ടിയേക്കും വല്ല വിഷം നിന്ന് കൊല്ലാണ്. ഇങ്ങനെ തന്നെയാണെങ്കിൽ ഞാനത് ചെയ്യും, ഉറപ്പാ. പോയി ചായടി. അന്യ പുരുഷന്റെ കൂടെ കിടക്കാൻ പറയണ നിങ്ങളൊപ്പം ഞാനിനി ജീവിക്കൂല. ഞാൻ പോവാ. എവിടേക്ക്? വന്ന ബുദ്ധിയായ രാങ്ങളെയും ചാകാനായി തളഞ്ഞെടുത്തുക്കോ. എന്നാ പോടി.
സാജിദ, ഇന്നലെ രാത്രി ആരോടെ വന്നിരുന്നത്? അത് കാക്ക. അതാരായാലും ശരി, ആ പണി ഇവിടെ നടക്കൂല. ഇവിടെ മാന്യമായി കഴിയുന്ന കുടുംബങ്ങളുള്ള സ്ഥല. പഠിച്ചോനെ, നിങ്ങൾ കരുതണ പോലെ ഒന്നുമില്ല. പിന്നല്ലാതെ ആ സമയത്ത് കയറി വന്ന ആളെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ പണിക്ക് പോണ ഹോട്ടലിന്റെ മുതലാളിയാ. ഏത് മുതലാളിയാലും ശരി, അതിവിടെ നടക്കൂല. ഈ ഇന്നലെ ആളില്ലാത്ത സമയത്ത് ആചാര്യ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടുവരുന്നുണ്ട്. എന്റെ റബ്ബേ. അതുകൊണ്ട് പതിവ്രത ചമയൊന്നും വേണ്ട. ഇനി മേലാൽ ഇങ്ങനെ കണ്ടുപോരുത്. താത്ത. ആ എന്താ സാജിയെ, ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഇല്ല താത്ത, ഇനി ഞാൻ അങ്ങോട്ട് പോണില്ല. അയാൾ എന്നോട് മോശമായിട്ടാ പെരുമാറുന്നത്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി, അയാൾ എന്നെ തെരഞ്ഞാല് പൊരയിൽ വന്നിക്കണേ. എത്ര പറഞ്ഞിട്ട് അയാൾ പോണില്ല. അയാൾ ഇന്നലെ വന്നു പോണത് അപ്പുറത്തെ സുബൈറാക്ക കണ്ടിട്ട് ഇന്ന് രാവിലെ വന്ന് ഇന്ന് ഒരുപാട് ചീത്ത പറഞ്ഞു. ഈ മാപ്പിളല്ലാതെ വീട്ടിലിരിക്കല്ലേ, അന്നെ കാണുമ്പോ ചിലർക്കൊക്കെ ഇളക്കണ്ടാവും. ഈ അതൊന്നും കാര്യാക്കണ്ട. ഇന്ന് അയ്യാ പണിക്കിഞ്ഞ് പോണ്ട. നീ എന്ത് പണിക്കാ ഞാൻ പോവുക? ആ പിന്നെ ഞാനത് ആലോചിച്ചേ, ഈ പ്രസവത്തിന് നിക്കാൻ പോണ പണിയുണ്ടല്ലോ, അത് പറ്റും ഉണക്ക്? പറ്റായി ഒന്നല്ല താത്ത, കുട്ടികളെ വിട്ട് ഞാൻ. കുട്ടികൾ ഇവിടെ ഒന്ന് കിടന്നോട്ടെ. ഇവിടെ ഇപ്പൊ ഞാനും ഉമ്മയും മാത്രല്ലേ ഉള്ളൂ. സാജിദ, അന്നെ തന്നെ ഞാനീ വരുന്നേ. വാടക വല്ല മാർഗം കണ്ടിക്കണേ? ഏതായാലും ഇത്രയും കൂടി നിന്നില്ലേ, കുറച്ചും കൂടി. ഈ കുറച്ചും കൂടി പറയാൻ തുടങ്ങിട്ട് കാലം കുറെ ആയല്ലോ. ദയവ് ചെയ്ത് വീടൊന്നും ഒഴിവായിക്കൊണ്ടാ. എനിക്കത് പൊളിച്ച് ക്വാർട്ടേഴ്സ് കെട്ടാനുള്ളതാണ്. ഇനിയില്ലെങ്കിൽ എല്ലാം കൂടി ഞാൻ പുറത്തേക്കിടും. ഇനി അതും കൂടി എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഈ ഒന്ന് ക്ഷമിക്കാം മീതേ, ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. വഴി ഉണ്ടാക്കും? എന്റെ നിവൃത്തിയോടുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. എന്നാ ഞാൻ പോവാ. ഇനി എന്റെ വരവ് പൈസക്കാവൂല. മനസ്സിലായില്ല എനിക്ക്? ഈ വിഷമിക്കല്ലേ, ഞാൻ ഷാജഹാനൊന്ന് കാണട്ടെ. ഞമ്മളോടെ ഇപ്പോ ഇങ്ങനൊരു വയലിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടാചാര്യ, ഇപ്പൊ ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാനിത് വേണ്ടാന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല. വയലില് പറയാൻ നടക്കുന്ന ഉസ്താദ്മാര് ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ടവരായിരിക്കും. അപ്പത് മറ്റേ സംഘടനക്കാർക്ക് പറ്റൂല. ഒരു ഗ്രൂപ്പിസം അല്ലാതെ പോണൊരു മഹല്ലല്ല അത് നേരാ. അങ്ങനെയൊക്കെ പോയാ പോരെ നമ്മക്ക്. ഇവര് ഗ്രൂപ്പിസം ഭരണ ഉസ്താമാരൊന്നല്ല ആചാര്യ, ഇവര് തെക്കൻ ജില്ലക്കാരാ. എന്താ പ്രസംഗം? ആ ഫ്ലക്സിലൊക്കെ കാണുന്ന ഉസ്താദല്ലേ? ആ സുലൈമ ബക്കറേ. ആ എനിക്ക് മനസ്സിലായേ. അവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ സംഘടനയായിട്ട് ബന്ധമുണ്ടാവും. ആയിക്കോട്ടെ, നമുക്ക് ആള് കൂടുന്നല്ലേ വേണ്ടത്. അങ്ങാടിപ്പുറത്തെ മൂപ്പര പ്രസംഗത്തിന് എന്താ ജനം? ജനം കൂടും. അത് വയല് കേൾക്കാനൊന്നല്ല, സംഘടനയുടെ ശക്തി കാണിക്കാനാ. നമ്മൾ എന്തിനാ അതൊക്കെ നോക്കണേ? കായ് അങ്ങോട്ട് പിരിഞ്ഞാ പോരെ? പോരാ. ആത്മീയതയുടെ പേര് പറഞ്ഞ് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത് ഇപ്പൊ ഒരു ബിസിനസ്. ഇതിപ്പോ എങ്ങനെ ബിസിനസ് ആചാരങ്ങളിൽ പറയണേ? ഈ വരുന്നവർക്കൊക്കെ കുറെ ഡിമാൻഡ് ഉണ്ട്. ഇത്ര വാട്ട്സ് സൗണ്ട് വേണം, അത് ഇത്ര വേണം, ഇത് ഇത്ര വേണം. തീന് പറയാത്ര നിർബന്ധ ബുദ്ധി ഉണ്ടോ? ഇല്ല. പിരിഞ്ഞു കിട്ടിയതിന്റെ ഇത്ര ശതമാനം വേണമെന്ന് ഓല് പറയും. ഓല് പറഞ്ഞമാർക്കൊരു പേജ് ഉണ്ടാക്കണെങ്കിലോ 3-4 ലക്ഷം റുപ്യ ചെലവും വരും. പൈസയൊക്കെ നല്ലോണം പിരിഞ്ഞു കിട്ടും. എന്നിട്ടോ ഇല്ല സൗണ്ടിൽ എക്കോട്ടൺ സംസാരിക്കും. കേട്ടിരിക്കണവർക്ക് വല്ലോ മനസ്സിലാവുമോ? അതുമില്ല. നിങ്ങൾ ഈ പറയുന്നട്ടാ ഈ സംഘടിപ്പിക്കുന്നവർക്ക് ബുദ്ധിയില്ലാത്തവരാ എന്നൊന്നും ഞാൻ പറയണില്ല. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം മഹല്ലുകാലി പറയുന്ന 2 വാക്ക് കേൾക്കാൻ നിൽക്കാത്ത ഞമ്മക്ക് വയലിനോട് എവിടെയാ സ്നേഹം? ഉണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത് ശക്തി തെളിയിക്കുക, പൈസ ഉണ്ടാക്കുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇതൊരു ബിസിനസ് ലൈനാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വയൽ നടത്തണമെന്നുണ്ടെങ്കിൽ ക്ലാസ് നടത്താൻ ആരെങ്കിലും കൊണ്ടുവന്നാ പോരെ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ചെയ്യും. അതിനൊന്നും ആള് കൂടൂലാചാര്യ. അതാ ഞാൻ പറഞ്ഞത് ഇൽമുണ്ടാക്കാൻ കൂടുന്ന ആളല്ലത്. റമളാൻ 30 ദിവസവും പള്ളി കിടന്നുറങ്ങി വയല് പറയുന്ന ഉസ്താദുമാരെ കണ്ടു വളർന്നവരാണ് ഞമ്മള്. ഓരോടൊക്കെ നമുക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. ഇങ്ങക്ക് എന്തൊരു വാസില്ല മാതിരി. അതൊക്കെ പഴയ കാലല്ല ആചാര്യ. അത് ശരി.
കാലം മാറിയതിനനുസരിച്ച് ഖുർആനും നിയമങ്ങളും മാറ്റണം നിങ്ങൾ പറയണത്. ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ പതുവ കേട്ട് സ്വർഗത്തിലേക്ക് എളുപ്പത്താന്ന് പറഞ്ഞ് പിന്നാലെ പായണം ഞമ്മള്. ഖുർആൻ അടുത്തറിയാൻ നമ്മൾ ശ്രമിക്കാറില്ല. അതാണ് നമ്മളെ കുഴപ്പം. പിന്നെ സാധിക്കേ, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി വയലിൽ നടത്തണ്ടെന്നൊരു അഭിപ്രായം എനിക്കില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞമ്മക്ക് ആലോചിക്കാം. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എന്നാ പിന്നെ ഞമ്മക്കണ്ട് ഇറങ്ങിയാലോ? എന്നാ ശരി ആചാര്യ, വൈകുന്നേരം പള്ളിക്കന്ന് കാണാം. വാലേക്കും അസ്സലാമു അലൈക്കും. അസ്സലാം എന്നാ ശരി. വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആ കേർ ഷാജാനെ, എന്താ പ്രത്യേകിച്ച്? നമ്മുടെ അബുവിന്റെ കുടുംബം അമീദ് ഖാന്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അതെ, അപ്പോ വാടക കുടിശ്ശിക കുറച്ചുള്ളത് കൊണ്ട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നമ്മളെന്താ ചെയ്യാ? നിങ്ങള് അമീദ് ഖാനോട് പറഞ്ഞിട്ട് ഒരു മാസം കൂടെ നിന്ന് കൊടുക്കാൻ പറയണം. ഒരു മാസം കഴിഞ്ഞിട്ട് ഓളെ എവിടുന്ന് എടുത്തു കൊടുക്കാനാ? അല്ല, നമ്മൾ വല്ല ചെറിയ പിരിവെന്തെങ്കിലും നടത്താൻ പറ്റുമോ? കമ്മിറ്റിക്കാർക്ക് അങ്ങനത്തെ കാര്യത്തിൽ പിരിവൊന്നും എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കണ്ട. അല്ല അതല്ല, ഓളിഞ്ഞ് എത്ര കാലം എങ്ങനെ ജീവിക്കും? ഓക്കൊരു പണി ശരിയായിട്ടുണ്ട്. അതാകുമ്പം 40 ദിവസം കഴിഞ്ഞിട്ടേ പോയി വരാൻ പറ്റുള്ളൂ. അതുവരെ അമീദിനോട് നിക്കാൻ ഞാൻ പറഞ്ഞു നോക്കാം. അവൻ കേക്കോന്നറിയില്ല. എന്നാ ശരി, ഞങ്ങൾ അങ്ങനെ ഒന്ന് നോക്കട്ടെ. ഞങ്ങനെ കിട്ടിയാൽ തന്നെ ഇത് എപ്പോഴും നടക്കൂലെന്ന് ഓളോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വേണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ആ രാജാ, ആ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. ഞാൻ അന്വേഷിച്ചതായി പറയണേ. ആ,